വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ബനാന ചിപ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പച്ച ഏത്തക്കായ വേണം. നന്നായിട്ട് വിളഞ്ഞ കായയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് സ്ലൈസറാണ്. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ സ്ലൈസറിലും ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലൈഡ് ഉണ്ടാവും. അത് വെച്ച് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമുക്ക് സ്ലൈസർ വാങ്ങാൻ കിട്ടും. ആ സ്ലൈസർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും പഴം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ എങ്ങനെ കളയുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും നമുക്കൊന്ന് മുറിച്ച് മാറ്റണം. ഈ രണ്ടറ്റം മുറിക്കുമ്പോഴേക്കും അവിടെ നമുക്ക് ചെറുതായിട്ടൊരു പിങ്ക് കളർ കാണാൻ പറ്റും. ആ പഴമാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കുക ബനാന ചിപ്സിന്. എന്നിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ആ തൊലി മാത്രം ഇച്ചിരി കീറത്തക്ക രീതിക്ക് വരഞ്ഞു കൊടുക്കുക. വെറും ഒരു സൈഡ് വരഞ്ഞാലും മതി. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വരിക. എന്നിട്ട് പതുക്കെ വിരൽ വെച്ച് ഇതൊന്ന് ഇളക്കി അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കറ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവുക, അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുക. എന്നിട്ട് ഈ തൊലിയൊക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കാം എല്ലാ പഴത്തിൻ്റെയും. അതിനുശേഷം നമ്മൾ സ്ലൈസർ എടുത്തിട്ട് ഒരു പഴം എടുത്തിട്ട് നന്നായിട്ട് പഴം ഇങ്ങനെ ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്തിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ സ്ലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി തിന്നായി പോകും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് ഈ സ്ലൈസർ ഉപയോഗിച്ച് എണ്ണയിലോട്ട് ഡയറക്റ്റായിട്ട് ഇട്ടിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ല, അത്ര എക്സ്പേർട്ടൊന്നും അല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്ലേറ്റിലോട്ട് സ്ലൈസ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എണ്ണയിലോട്ട് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കൈ ഇങ്ങനെ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം സ്ലൈസ് ചെയ്യാൻ. കണ്ടോ, ഇത്ര തിന്നേ വരാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എന്നിട്ട് കുറച്ച് ഉപ്പും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഉപ്പ് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഉപ്പ് ഇച്ചിരി ഫ്രണ്ടിൽ നിൽക്കണം. അങ്ങനത്തെ രീതിക്ക് നമ്മൾ കലക്കിയെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോഴേക്കും ഓരോ പീസസ് ആയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ കൊള്ളത്തക്ക രീതിക്കുള്ള പീസസുകൾ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചും ഇടുന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇടുമ്പോഴേക്കും ഒരു ചിരി ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ മഞ്ഞൾ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഇതിൽ ആ ചിലി ശബ്ദം കേൾക്കുന്നുണ്ട്. 2 ചിപ്സുകൾ നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ, ആ സൗണ്ടാണ്. അതിലേക്ക് നമ്മൾ ആ സൗണ്ട് കേട്ടതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവ് മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോഴേക്കും നന്നായിട്ട് പൊട്ടി തുടങ്ങും. കുറച്ച് ബാക്കിലോട്ട് നമ്മൾ നീങ്ങി നിൽക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നൊക്കെ ആ ഒരു പൊട്ടുന്ന ആ സൗണ്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ബനാന ചിപ്സ് ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ കോരിയെടുക്കുകയാണെങ്കിൽ ഈ ചിപ്സ് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ആ വെള്ളത്തിൻ്റെയൊക്കെ ആ സൗണ്ട് വെള്ളം നമ്മൾ എണ്ണയിൽ ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ, ആ സൗണ്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സ് നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇച്ചിരി തണുത്തതിന് ശേഷം. അപ്പോൾ ഇത് കണക്ക് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. ഇത് നല്ല തിന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വാവ്, നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.